ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബ സ്കൂൾ പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നമുക്ക് ഇന്ന് 4ാമത്തെ പാഠമാണ് പഠിക്കുവാനുള്ളത്. അതിൻ്റെ തലവാചകം സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇതിന് മനപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതായത് നമുക്ക് ബൈബിളിൽ നോക്കിയാൽ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സ്മിർന സഭ, ഈ സ്മിർന സഭ ഇരുന്ന സ്ഥലം നാം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അത് ആധുനിക തുർക്കിയുടെ കടൽ തീരമായ ഇസ്മീറാണ്. ഇപ്പോൾ ഈ ആധുനിക തുർക്കിയുടെ കടൽ തീരമായ ഇസ്മീറാണ് പണ്ടത്തെ സ്മിർന. ഇവിടെ ഇപ്പോൾ ഏകദേശം 1,00,000 പേർ താമസിക്കുന്നു. അത് റോമിനോട് വളരെയധികം കൂറ് പുലർത്തിയിരുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ സ്മിർന. ഈ സ്മിർനയിൽ 2-ാം നൂറ്റാണ്ടിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ അവരുടെ ദേവന്മാർക്ക്, അതായത് റോമൻ ദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ പോകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നിർബന്ധമായി ധൂപം കാട്ടണമായിരുന്നു. എന്നാൽ അന്നുണ്ടായിരുന്ന ചില ക്രിസ്ത്യാനികൾ അതിന് വിസമ്മതിച്ചു. അതിൽ പ്രധാനിയായിരുന്നു പോളികാർപ്പ്. ധൂപം കാട്ടുവാൻ പോയില്ല. അതുപോലെ തന്നെ അനേക ക്രിസ്ത്യാനികൾ ധൂപം കാട്ടുവാൻ വേണ്ടി പോയില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മരണം വരിക്കേണ്ടി വന്നു. നാം പോളികാർപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ധൂപം കാട്ടിയാൽ നിങ്ങളെ കൊല്ലുകയില്ല, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകം ഇങ്ങനെയായിരുന്നു: 86 വർഷത്തോളം ഞാൻ അവനെ സേവിച്ചു. അവൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ രക്ഷിച്ച എൻ്റെ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? അതായിരുന്നു ആ വയോധികൻ്റെ ഏറ്റവും അവസാനത്തെ വാചകം. അതിനുശേഷവും അനേകം സ്ത്രീകളെയും കുട്ടികളെയും ഈ റോമൻ ഗവൺമെൻറ് കൊല്ലുകയുണ്ടായി. അങ്ങനെ പലരും രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതിനിടയിൽ അവരുടെ വിശ്വാസത്തിൽ ഈ ക്രിസ്ത്യാനിത്വം സ്വീകരിച്ചുകൊണ്ട് കുറേ പേരുണ്ടായിരുന്നു. അതാണ് വാൽഡൻസികളും ഹസ്, ജെറോം എന്നൊക്കെ പറഞ്ഞ് ഈ പരിഷ്കർത്താക്കളുടെ ഫോളോവേഴ്സ്, അവരുടെ പിൻഗാമികളായിട്ടുള്ളവരും ഈ വാൽഡൻസികൾ എന്ന് പറഞ്ഞൊരു ഗോത്രവർഗ്ഗക്കാരും എല്ലാവരും ഈ ക്രിസ്തുവിന് തന്നെ സ്വീകരിക്കുകയും അവർ ഈ റോമൻ നിയമം അനുസരിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. നാം ഈ ആഴ്ചയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ വൻ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ്. നിങ്ങളും ഈ വൻ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള പാഠങ്ങൾ നിങ്ങൾ വായിക്കുക. ഈ പുസ്തകം നമുക്ക് നോർത്ത് കേരള സെക്ഷനിൽ ലഭ്യമാണ്. അതിന് 160 രൂപയാണ് വില. ഈ വില നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പഴയ കോപ്പിയാണ് നമുക്കുള്ളത്. ഓൾഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 80 രൂപയ്ക്ക് അത് ലഭിക്കും. വളരെ വിലയേറിയ പുസ്തകമാണ്. അതിൻ്റെ സ്റ്റോക്ക് ഏകദേശം തീരാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോപ്പികൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഉറപ്പിക്കാം. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഈ പാഠങ്ങൾ മനസ്സിലാക്കുവാൻ അത് സഹായകമായി തീരും. ഈ ആഴ്ചയിൽ 4 മുതൽ 6 വരെയുള്ള പാഠങ്ങളാണ് നിങ്ങൾ വായിക്കേണ്ടത്. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം പീഡിപ്പിക്കപ്പെട്ടിട്ടും വിജയിച്ചു. നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേലിൻ്റെ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിൽ വെച്ച് വ്യത്യാസമുള്ളതായി സർവ്വഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളതിനായി 3 രാജാക്കന്മാരെ വീഴ്ച കളയും.
അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ രാജാവ് എഴുന്നേറ്റ് വരുമെന്നുള്ളതാണ്. മറ്റ് രാജ്യങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഒരു പുതിയ രാജാവ് ഇവിടെ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ വെളിപ്പാടിൻ്റെ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ 6-14 വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ 6-ാം വാക്യം, സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. ഇവിടെ ഒരു 1260 വർഷം. സ്ത്രീ എന്നുദ്ദേശിക്കുന്നത് സഭയാണ്. സഭ 1260 വർഷം ഒരു അന്ധകാരത്തിലേക്ക് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് വെളിപ്പെട്ട് വരാത്ത വിധത്തിൽ അത് അന്ധകാരത്തിൽ ആയിരുന്നു. 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. ഇവിടെയും ഇതേ 1260 വർഷത്തിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞിരിക്കുന്നുവെന്ന് മാത്രം. 1 കാലവും 2 കാലവും അരക്കാലവും. ഇവിടെ നമുക്ക് അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ 1 കാലം 2 കാലവും അരക്കാലവും എന്ന് പറഞ്ഞാൽ ടോട്ടൽ 3.5 വർഷം. ഈ 3.5 ഇൻറ്റു 360, ഒരു വർഷത്തിൽ 365 നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ യഹൂദൻ കലണ്ടർ അനുസരിച്ച് 360 ദിവസമാണ്. അപ്പോൾ ഈ 3.5 ഇൻറ്റു 360 നാം നോക്കുമ്പോൾ 1260 വർഷം, ഒരു 60 ദിവസങ്ങൾ നമുക്ക്. ഇപ്പോൾ 3.5 ഇൻറ്റു 360 ദിവസങ്ങൾ ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ 1260 ദിവസം എന്നുള്ള കണക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നാൾ ഈ സഭ മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോ, അതായത് പുറമേ വെളിപ്പെടാതെ അത് ആയിരുന്നു. നമുക്ക് ഇതിൻ്റെ ഈ ദിവസങ്ങളും സംവത്സരങ്ങളും കണക്കാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് സംഖ്യാപുസ്തകം 14-ാം അധ്യായം 34-ാം വാക്യം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, ദേശം ഒറ്റുനോക്കാൻ വേണ്ടി 12 ഒറ്റുകാരെ മോശ അയക്കുന്നു. ആ 12 ഒറ്റുകാരവിടെ പോയി എല്ലാ സ്ഥലവും എല്ലാം കണ്ടിട്ട് വന്ന് ഇതിൽ 10 പേരും ഒരു വ്യാജ റിപ്പോർട്ട് അവിടെ ഉള്ളത് പർവ്വതീകരിച്ച് കാണിക്കുകയും അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ നമുക്ക് കീഴടക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു റിപ്പോർട്ട് ഇവിടെ നൽകുകയുണ്ടായി. എന്നാൽ കാലേബും യോശുവയും മാത്രമാണ് അവിടെ നമുക്ക് പോവാം, നമുക്ക് അത് പിടിച്ചടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് അവർക്ക് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 40 ദിവസമാണ് ഇവർ ഒറ്റുനോക്കാൻ പോയത്. ആ 40 ദിവസം റിപ്പോർട്ട് ശരിയായിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ 40 വർഷം അവരെ പീഡിപ്പിക്കുവാൻ ദൈവം തീരുമാനിക്കുന്നു. അതായത് 40 ദിവസം കൊണ്ട് അവർക്ക് ആ കനാൻ ദേശത്ത് എത്താമായിരുന്നു. എന്നാൽ അവിടെ ഈ ഒരു പ്രവൃത്തി കൊണ്ട്, ഇസ്രായേൽ മക്കളുടെ ഈ 10 ഒറ്റുകാരുടെ ഈ പ്രവൃത്തി കൊണ്ട് തന്നെ അവർക്ക് 40 വർഷമെടുത്തു ഈ കനാൻ ദേശത്തേക്ക് എത്തുവാൻ വേണ്ടി. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 1 സംവത്സരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമായിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാം. യെഹെസ്കേൽ 4:6 ഇത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഈ 2 ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, നമ്മളിപ്പോൾ 2 ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ സംഖ്യാപുസ്തകവും കണ്ടു, യെഹെസ്കേലും കണ്ടു. ഈ 2 പുസ്തകങ്ങളിൽ മാത്രമല്ല
പക്ഷേ നമുക്ക് വേറെ ബൈബിളിലുള്ള ബാക്കി അനേകം ഗ്രന്ഥങ്ങളിലും ഇപ്പോൾ ഒരു പണ്ഡിതൻ, ഒരു പഴയ നിയമ പണ്ഡിതൻ്റെ കണക്കനുസരിച്ച്, ഒരു വില്യം ഷീ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് നമുക്ക് 23 സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സംവത്സരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്നുള്ളതിൻ്റെ കണക്ക്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ റോമൻ ഭരണത്തിൽ, അതായത് ആ രാജ്യത്തിൽ, റോമൻ ഭരണകൂടമുള്ള ആ രാജ്യത്തിൽ അനേക ഗോത്രവർഗക്കാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് വിസിഗോത്തുകൾ, വാൻഡലുകൾ, ഓസ്ട്രോഗോത്തുകാർ. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗക്കാരായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഓസ്ട്രോഗോത്തുകാരെ എന്ന് പറഞ്ഞാൽ ബാർബേറിയൻ ഗോത്രങ്ങളിലെ അവസാന ഗോത്രമാണ് ഈ ഓസ്ട്രോഗോത്തുകാർ. ഈ ബാർബേറിയൻ ഗോത്രത്തിലെ അവസാന ഗോത്രമായ ഓസ്ട്രോഗോത്തുകാരെ AD 538 എന്ത് ചെയ്യുന്നറിയാം, റോമിൽ നിന്ന് പുറത്താക്കി. റോമിൽ നിന്ന് അവരെ പുറത്താക്കുകയാണ്. അപ്പോൾ AD 538. അത് കഴിഞ്ഞാണ് ഈ അന്ധകാരയുഗം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് AD 1798 ഈ നെപ്പോളിയൻ്റെ ഒരു ജനറൽ ഈ പോപ്പിനെ പുറത്താക്കുന്നു, റോമിൽ നിന്ന് പുറത്താക്കുന്നു. അതുവരെയും ഈ അന്ധകാരയുഗം നീണ്ടു നിന്നു. നമുക്ക് ഈ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഈ അന്ധകാരം, ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്ന ഈ സമയത്ത് യാതൊരുവിധ കണ്ടുപിടുത്തങ്ങളും നടന്നിരുന്നില്ല. അവരെല്ലാവരും അക്ഷരാർത്ഥത്തിൽ അന്ധകാരത്തിൽ തന്നെ ആയിരുന്നു. ഒരു കണ്ടുപിടുത്തവും ആ സമയത്ത് നടന്നിട്ടില്ല. കണ്ടുപിടുത്തങ്ങളെല്ലാം ഈ 1798 ശേഷമാണ് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അതെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നാം കാണുമ്പോൾ ഇവിടെ ഏതൊക്കെ പീഡനത്തിൽ കൂടെ ക്രിസ്ത്യാനികൾ കടന്നു പോയിരുന്നെങ്കിലും ആ പീഡനമെല്ലാം അതിജീവിക്കാൻ യേശുവിൻ്റെ രക്തത്താൽ അവർക്ക് സാധിച്ചു. ആ പീഡനം സഹിക്കണമെന്ന് പറയുമ്പോൾ യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്കായി ജീവിക്കുന്നു, അതൊരു വലിയ ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ട് തന്നെ അവർ ഈ പീഡനമെല്ലാം സഹിക്കാൻ തയ്യാറായിരുന്നു. നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു: നിവൃത്തിയായ ബൈബിൾ പ്രവചനം നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ ബലപ്പെടുത്തിയിരിക്കുന്നു? നമുക്കറിയാം അനേകം പ്രവചനങ്ങൾ നിവൃത്തിയായിട്ടുണ്ട്. അത് പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ് മുഴുവൻ അതെടുക്കേണ്ടതായിട്ട് വരും. സൂര്യൻ ഇരുണ്ടു പോകുമെന്ന് പറഞ്ഞ് ഇരുണ്ടുപോയി. അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ വീഴുമെന്ന് പറഞ്ഞത് അത് വീണു. അതുപോലെ തന്നെ യേശുവിനെ കുറിച്ചുള്ള അനേകമായ പ്രവചനങ്ങളെല്ലാം സാധ്യമായി. അതുപോലെ 2300 സന്ധ്യമിഷസിൻ്റെ പ്രവചനം സാധ്യമായി. അതെല്ലാം നമുക്ക് സാധ്യമായി. ഇതെല്ലാം ബൈബിളിൽ നല്ല തെളിവായിട്ട് നമുക്ക് ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ നിവൃത്തിയായ ബൈബിൾ പ്രവചനത്തിൻ്റെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇനി തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം: ഇരുട്ടിനെ വെളിച്ചം കീഴടക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. യൂദയുടെ പ്രവചനം 3-4 വാക്യങ്ങൾ. അതിൻ്റെ 4ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ശരിക്കും ഈ യൂദ എഴുതിയത് AD 65 മുൻപാണ്. ഈ സമയത്ത് തന്നെ ആൾക്കാർ പല പല വിശ്വാസങ്ങളിലുള്ളവർ അഭക്തരായവർ ഇതിൽ നുഴഞ്ഞു കയറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഉള്ള മനുഷ്യരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറേ പാഠങ്ങൾ നമ്മൾ പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് മധ്യ കാലഘട്ടത്തിലെ വിശ്വാസികളെയാണ് ഇത് കൂടുതലായിട്ട് 4-ാം നൂറ്റാണ്ടും 5-ാം നൂറ്റാണ്ടിലും ഒക്കെയാണ് ഈ വിശ്വാസികൾ, ഇങ്ങനെയുള്ള വിശ്വാസികൾ കൂടുതലും ഇതിൽ കടന്നു കയറിയത്. അപ്പോൾ അവർ ഈ പുറജാതീയമായ ആചാരങ്ങൾ അവർ കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ മുൻപേ ഉള്ള ആ സത്യവിശ്വാസത്തിൽ വിട്ടുവീഴ്ച വരുത്തുകയും ചെയ്തു. അങ്ങനെ പല രീതിയിലും വിട്ടുവീഴ്ച വരുത്തി. എന്നാൽ ആ സമയത്തും ചിലർ
സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. അവരെ നമ്മൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ കണ്ടു. വാൽഡൻസികളെ പോലെയുള്ള ചിലർ ഈ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. അവർ ക്രിസ്തുവാണ് ഏക മധ്യസ്ഥനെന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ തിരുവെഴുത്തുകളുടെ സത്യത്തിൻ്റെ ചാമ്പ്യന്മാരായിട്ട് അവർ മാറുകയാണ്. അവർ പല രീതിയിൽ അവർ ചാമ്പ്യന്മാരായി. അവർ ക്രിസ്തു എന്ന ഏക മധ്യസ്ഥനിൽ വിശ്വസിച്ചു. തിരുവചനമാണ് ആധികാരികതയുടെ ഏക ഉറവിടമെന്ന് അവർ വിശ്വസിച്ചു. അതുപോലെ തന്നെ യഥാർത്ഥ ശബദിനെ വിശുദ്ധമായി ആചരിക്കുകയും ചെയ്തു. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാടിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഇവിടെ ഒരു കിരീടത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ നോക്കുമ്പോൾ സ്മിർന സഭയുടെ ഒരു പ്രതിഫലം പോലെയാണ്. ജീവകിരീടം തരും എന്നിവിടെ എഴുതിയിരിക്കുന്നത്. ഈ യോഹന്നാൻ എഴുതിയ ഈ വെളിപ്പാടിൽ നാം നോക്കുമ്പോൾ ജീവകിരീടം ഒരു പ്രതിഫലമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നു. ലോകപരമായി നാം നോക്കുമ്പോൾ ഈ സ്മിർനയിൽ, അതായത് ഡയനീഷ്യസിൻ്റെ ഉത്സവങ്ങൾ, ഇപ്പോൾ ഈ റോമൻ ഉത്സവങ്ങളിൽ ഈ ഡയനീഷ്യസ് എന്ന് പറഞ്ഞ ഒരു ദേവനെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഈ ഡയനീഷ്യസ് ദേവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഉത്സവങ്ങളുടെയും ഫലഭൂയിഷ്ഠതയുടെയും ഒരു ദേവനാണ്. അപ്പോൾ അതിൻ്റെ പ്രവാചകന്മാർ ചിലർ മരിച്ചു. അതായത് പുരോഹിതന്മാർ, അതിലുള്ള കുറേ പുരോഹിതന്മാർ മരിച്ചപ്പോൾ അവർക്കെല്ലാം തന്നെ കിരീടം വച്ചു കൊടുക്കുകയുണ്ടായി. അവരുടെ തലയിൽ കിരീടം വച്ചു. അപ്പോൾ അതിൽ നിന്നാണ് ഈ മരണത്തിൽ കിരീടം, അവർ എന്തോ ഓട്ടം തികച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു കിരീടം അവർക്ക് വച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകൊണ്ടാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്, നമുക്കും ഇവർ ആ ദേവന് വേണ്ടി, ഡയോനീഷ്യസ് എന്ന ദേവന് വേണ്ടി വേല ചെയ്തപ്പോൾ ആ പുരോഹിതന്മാർക്ക് ആ കിരീടം ലഭിച്ചു. എന്നാൽ നാം നമ്മുടെ ക്രിസ്തേശുവിന് വേണ്ടി നാം കഷ്ടം സഹിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും അവന് വേണ്ടി ജീവത്യാഗം നാം ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കിരീടമാണ് ജീവകിരീടം. ആ ജീവകിരീടം നമുക്ക് ദൈവം സമ്മാനമായിട്ട് തരിക തന്നെ ചെയ്യും. എന്നാൽ ഈ ജീവകിരീടം ലഭിക്കുവാൻ വേണ്ടി അനേകം വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അനേകം വേദനകളിലൂടെയും അനേകം പീഡനങ്ങളിലൂടെയും ചിലപ്പോൾ കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാലും അവസാനം ആ ജീവകിരീടം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഒരു അവസാന ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ എന്താണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്താണ്? നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്താണ്? തീർച്ചയായും ആ ജീവകിരീടം നമുക്ക് പ്രാപിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രോത്സാഹനം. നിങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്താണ്? ഭയപ്പെടുത്തുന്നത് ചിലപ്പോൾ എന്താണ്? നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല പല പരീക്ഷണങ്ങളിൽ കൂടെയും പല പല വഞ്ചനകളിൽ കൂടെയും നാം കടന്നു പോകേണ്ടതായിട്ട് വരും സാത്താൻ്റെ. അപ്പോൾ അതെല്ലാം നാം വീണു പോകുമോ, താളടിയായി പോകുമോ എന്നൊരു ഭയം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് എന്ത് വാഗ്ദാനങ്ങൾ അവകാശപ്പെടാനാകും? അനേകമായ വാഗ്ദാനങ്ങൾ. നമ്മുടെ ബൈബിളിൽ നോക്കുമ്പോൾ 365 ദിവസം നമുക്കുണ്ടെങ്കിൽ 365 വാഗ്ദാനങ്ങളുമുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവും, സംരക്ഷിക്കും, കാത്തുകൊള്ളും എന്നുള്ള അനേകമായ 300 ഓരോ ദിവസത്തിനും ഓരോ വാഗ്ദാനം വെച്ച് നമുക്ക് തന്നിട്ട് ആ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിക്കുക. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മളെ തീർച്ചയായും സംരക്ഷിക്കുകയും ആ നിത്യജീവൻ നമുക്ക് തരികയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് നിൽക്കാനുള്ള ധൈര്യം. നമുക്കറിയാം, പലതരത്തിലുള്ള പീഡനങ്ങൾ നേരിട്ടപ്പോഴും ഒരു ചെറിയൊരു ഭാഗം ആൾക്കാർ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു.
അവർക്കും മാനസികമായിട്ട് അവർക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ കൂടെ അവർ കടന്നുപോയി. അതിനു വേണ്ടിയുള്ള പല പല ആശ്വാസ വചനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അപ്പോസ്തലപ്രവൃത്തി 2:28 മുതൽ 32 വരെ, എഫേസ്യർ 6:10 മുതൽ 12 വരെ, വെളിപ്പാട് 3:11, ഇതെല്ലാം ആശ്വാസ വചനങ്ങളാണ്. അതാണ് തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വാൽഡൻസികളും അതുപോലെയുള്ള നവീകരണ പരിഷ്കർത്താക്കളുടെയും സ്വഭാവം എന്താണെന്ന് നമുക്കൊരു നിമിഷം പരിശോധിക്കാം. അതായത് അവർ ദൈവത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വവും തിരുവെഴുത്തുകളുടെ ആധികാരികതയോടുള്ള അവരുടെ അനുസരണവുമാണ്. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തോടുള്ള സമ്പൂർണമായ വിധേയത്വം, അതുപോലെ തന്നെ തിരുവെഴുത്തുകളുടെ ആധികാരികതയോടുള്ള അവരുടെ അനുസരണം. ഈ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ ജനത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോകാതെ ആ ഭരണകൂടത്തിനോട് എതിർത്ത് നിന്നവർക്ക് ഉള്ള സ്വഭാവ ഗുണങ്ങളായിരുന്നു. അവർ ഒരിക്കലും പാപ്പാത്വത്തോട് കൂടെ ആയിരുന്നില്ല. അവർ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പുതിയ നിയമ കഥകളാൽ അവരുടെ മനസ്സ് പൂരിതമാക്കിയിരുന്നവരാണ്. അവരുടെ മനസ്സ് ഒരിക്കലും ആ വിഷമവും ആ പീഡനവും കൊണ്ട് നിറഞ്ഞില്ല. അവരുടെ മനസ്സ് അവർ നിറച്ചിരുന്നത് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പുതിയ നിയമ കഥകളാലാണ് അവരുടെ മനസ്സ് നിറച്ചിരുന്നത്. നാം നോക്കുമ്പോൾ അനേകം വാക്യങ്ങൾ അതിന് ആശ്വാസമായി ഇനിയും കണ്ടെത്തുവാൻ സാധിക്കും. അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 5:29 മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നമുക്ക് നേരത്തെ പത്രോസ് അപ്പോസ്തലന്മാരോടുകൂടി മറ്റ് പീഡിപ്പിക്കാൻ വരുന്നവരടുത്ത് പറഞ്ഞ ഒരു വാക്യമാണ് ശരിക്കും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു എന്നുള്ള വാക്യം അവർക്ക് ധൈര്യം നൽകി. അതുപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ 6:10 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നാം ശക്തിപ്പെടേണ്ടത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലുമാണ്. അതുപോലെ തന്നെ വെളിപ്പാട് 3:11 നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. നാം നോക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾക്ക് കീഴടങ്ങുന്നതിന് പകരം ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനാണ് ഈ വിശ്വസ്തരായ സ്ത്രീ പുരുഷന്മാർ ധൈര്യം കാണിച്ചത്. ആ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം ഒരിക്കലും അവരെ പിന്തുടർന്നില്ല. അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. ഇവിടെ ആദ്യമായിട്ട് വേദപുസ്തകം സ്വന്തം ഭാഷയിലാക്കിയത് വാൽഡൻസികളാണ്. ശരിക്കും ഈ വാൽഡൻസികൾ, അതായത് ജീൻ ലെഗർ എന്ന ഒരു പകർപ്പെഴുത്തുകാരനായ ജീൻ ലെഗറാണ് ഇത് എഴുതിയത്. അവർക്ക് വാൽഡൻസികൾക്ക് മാത്രമായിട്ട് അവർ ഒരു ബൈബിള് പകർത്തി എഴുതി. അത് എഴുതിയത് ജീൻ ലെഗർ എന്ന വ്യക്തിയാണ്. ഈ ജീൻ ലെഗർ പകർത്തി എഴുതി അത് അവർ വീണ്ടും വീണ്ടും പകർത്തി. കാരണം ഈ വാൽഡൻസികൾ പീഡനം വന്നപ്പോൾ പർവ്വതങ്ങളിലേക്ക് മാറിയിരുന്നു. അവർ തെക്കൻ ഫ്രാൻസിലെയും വടക്കൻ ഇറ്റലിയിലെയും പർവ്വതങ്ങളിലേക്കാണ് അവർ ഓടിപ്പോയത്. ഈ പർവ്വതങ്ങളിൽ ഇരുന്നു കൊണ്ട് അവരിത് പകർത്തി എഴുതിക്കൊണ്ടേയിരുന്നു, പല പല കോപ്പികൾ ബൈബിളിൻ്റെ. അതായത് പകർത്തി എഴുതുന്ന സമയത്ത് അവർ ചിത്രങ്ങളും വരച്ചിരുന്നു. വെറുതെ എഴുത്ത് മാത്രമല്ല, അവർ സൃഷ്ടിപ്പിൻ്റെ സമയത്തൊക്കെ ദൈവം എങ്ങനെ സൃഷ്ടിച്ചു എന്നൊക്കെ ഉള്ളതിൻ്റെ ചിത്രങ്ങളും അതിൻ്റെ കൂടെ വരച്ചിരുന്നു. അതിൻ്റെ കൂടെ അത് മാത്രമല്ല, ഇതെല്ലാം ചുരുളുകളാക്കി, ഓരോ ഈ ബൈബിളുകളെല്ലാം ചുരുളുകളാക്കിയതിന് ശേഷം അത് അവരുടെ വസ്ത്രത്തിൻ്റെ ഇടയിൽ തിരുകി വെച്ചു. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെ വസ്ത്രങ്ങളിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പണ്ടത്തെ റോമൻ വസ്ത്രങ്ങളിലൊക്കെ നോക്കുമ്പോഴറിയാം അവർക്ക് ഇത് ഒളിപ്പിച്ച് വയ്ക്കാനുള്ള പല പല തട്ടുകളും എല്ലാം ഉണ്ട് അവർക്ക്. അപ്പോൾ അതിലെല്ലാം ഒളിപ്പിച്ചിട്ട് ഇവർ കച്ചവടക്കാരെ എന്ന വ്യാജേന ആ യൂറോപ്പ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഈ ആൾക്കാർക്ക് ഇതിൻ്റെ ബൈബിൾ വാക്യങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ചിലർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരതിൻ്റെ കോപ്പി കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ മക്കളെ ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു. വലിയ വലിയ വാക്യങ്ങൾ, വലിയ വലിയ അധ്യായങ്ങൾ എല്ലാം ഈ മക്കളെ കാണാതെ പഠിപ്പിച്ചു.
അങ്ങനെ അതെല്ലാം കാണാതെ, അഥവാ ഇവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ഈ വാക്യങ്ങൾ ഒരിക്കലും കൈമോശം വരാൻ പാടില്ല, അവർ ഹൃദയത്തിൽ എഴുതട്ടെ എന്നുള്ള ധാരണയിലവരും ആ മക്കളെ എല്ലാവരും അത് പഠിപ്പിച്ചു. വലിയ വലിയ വാക്യങ്ങൾ കാണാതെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ആൾക്കാർ, കുട്ടികൾ പട്ടണത്തിലുള്ള കോളേജിൽ, യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുകയും അവിടെ പഠിക്കുവാൻ പോകുമ്പോൾ സഹപാഠികളെടുത്ത് ഇത് പങ്കുവയ്ക്കുകയും ചെയ്തു. അങ്ങനെ ചില സഹപാഠികൾക്ക് താല്പര്യം തോന്നിയ കഴിഞ്ഞാൽ ഇവർ ഈ പകർത്തി എഴുതിയ പതിപ്പുകൾ അവർക്കും കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവരാൽ ആവുന്നതിൻ്റെ മാക്സിമം, അതിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗം എന്ന് പറയുന്നത് പോലെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ഈ സത്യം കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ പണിപ്പെട്ടു. അവരതിന് ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി. ഈ വാൽഡൻസികൾ ഇത് സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം പറയുന്നു, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. നാം നോക്കുമ്പോൾ നീതിമാന്മാരെപ്പോഴും വെളിച്ചത്തിലേക്ക് തന്നെയാണ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ഒരു ഉദയസൂര്യനാണ്. ആ സൂര്യൻ വെളിച്ചം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പല പല തടസ്സങ്ങൾ അതിന് നമ്മളിലേക്ക് എത്തുവാൻ വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ വെളിച്ചം നമ്മളിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഈ വാൽഡൻസികൾ ചെയ്തതുപോലെ തന്നെ നാമും അത് നമുക്ക് കിട്ടിയ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ സ്വന്തം സമൂഹത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം നമുക്ക് എങ്ങനെ പ്രകാശിപ്പിക്കുവാനും പ്രതിഫലിപ്പിക്കുവാനും കഴിയും? നമ്മൾ ചെയ്യുമോ? തീർച്ചയായും നമുക്ക് സാധിക്കും. തീർച്ചയായും നമുക്ക് ലഭിച്ച ഈ നിത്യസുവിശേഷം നാം എല്ലാവരിലേക്കും എത്തിക്കണം. വചനം പറയുന്നത് പോലെ നമ്മൾ ആ വെളിച്ചം ഒരിക്കലും പറയിൻ കീഴല്ല വയ്ക്കേണ്ടത്, അത് തണ്ടിന്മേൽ വയ്ക്കണം. അപ്പോഴാണ് അത് എല്ലാവർക്കും പ്രകാശിക്കുന്നത്. ആ മലമേൽ ശോഭിക്കുന്ന ഒരു പട്ടണം പോലെ നാമും എല്ലാവരും ശോഭിക്കുവാൻ അത് ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വെളിച്ചം നമുക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാം. അത് പറയിൻ കീഴ് വയ്ക്കാതെ തണ്ടിന്മേൽ തന്നെ നമുക്ക് വയ്ക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം. ഇവിടെ നവീകരണ കർത്താക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൽ പ്രധാന ആളാണ് ജോൺ വിക്ലിഫ്. ഈ ജോൺ വിക്ലിഫ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടായി. തിരുവെഴുത്തുകൾ വളരെയധികം മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. നാം ഈ തിരുവെഴുത്തുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തിരുവെഴുത്ത് ഒരിക്കലും ഒന്നിനും നിർബന്ധിക്കുകയില്ല. തിരുവെഴുത്തുകൾ ഒരു ശ്രമകരമായ ദൗത്യവുമല്ല. അത് ഒരു നിയമപരമായ അഭ്യസനമായിരുന്നില്ല, അതൊരു കർക്കശമായ ആവശ്യമായിരുന്നില്ല. പക്ഷേ ഈ തിരുവെഴുത്തുകൾ ഒരു സന്തോഷമായിരുന്നു. ആരൊക്കെ തിരുവചനം പഠിക്കുന്നു അവർക്കെല്ലാം സന്തോഷം ലഭിച്ചിരുന്നു. ഇപ്പോൾ ജോൺ വിക്ലിഫിൻ്റെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തുവാൻ വേണ്ടി ഈ തിരുവചനം വളരെയധികം പങ്കുവഹിച്ചു. അത് ശരിക്കും ഈ ജോൺ വിക്ലിഫ് ഫുള്ളായിട്ട് രൂപാന്തരപ്പെട്ടു. അവന് വളരെയധികം മാറ്റങ്ങളുണ്ടായി. ഈ തിരുവെഴുത്തുകൾ കൊണ്ടുള്ള അനേകം പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കഴിവുകൾക്കും പുതുമയും ഓജസ്സും നൽകുന്നു, മനസ്സിനെ വിശാലമാക്കുന്നു, ഗ്രഹണശക്തിക്ക് മൂർച്ച കൂട്ടുന്നു, പക്വതയാർന്ന വിവേകം രൂപപ്പെടുന്നു, ഓരോ ചിന്തയെയും അനുഭവത്തെയും അഭിലാഷത്തെയും ഉത്തമമാക്കുന്നു, ലക്ഷ്യത്തിന് സ്ഥിരത, ക്ഷമ, മനക്കരുത്ത്, സഹനശക്തി എന്നിവ തരുന്നു, സ്വഭാവത്തെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. നാം ആത്മാർത്ഥമായി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ മനസ്സുമായിട്ട് അത് ബന്ധിപ്പിക്കും. അങ്ങനെ ആത്മാർത്ഥമായുള്ള വേദപഠനത്തിൽ നമ്മുടെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സുമായി ഒന്നിപ്പിക്കുവാൻ നമുക്ക് അത് സഹായിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. 2 തീമോഥെയോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. എൻ്റെ മകനെ,
ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. നാം ഇവിടെ മല്ല് പിടിച്ചാലും നമ്മൾ അതൊന്നും വകവയ്ക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അത് നമ്മൾ ഒഴിവായി പോകണം. കാരണം ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായിരിക്കുവാനാണ് ഇവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. നാം നോക്കുമ്പോൾ ഈ ജോൺ വിക്ലിഫ് ജീവിതം മാറ്റിമറിച്ചതെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഈ ജോൺ വിക്ലിഫ് ബൈബിള് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അത് ശരിക്കും 1384 ഈ ജോൺ വിക്ലിഫ് ബൈബിൾ വിവർത്തനം ചെയ്തത്. അതിനു മുമ്പ് ബൈബിളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വിവർത്തനം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ജോൺ വിക്ലിഫ് ഇതെല്ലാം വിവർത്തനം ചെയ്തു. അതിനുശേഷവും ജോൺ വിക്ലിഫ് വിവർത്തനം ചെയ്ത് പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല. അതിനുശേഷം 1536 വില്യം ടിൻഡൽ എന്നുള്ള വ്യക്തിക്കും ബൈബിൾ വിവർത്തനം ചെയ്യാൻ സാധിച്ചു. എന്നാൽ ഈ ജോൺ വിക്ലിഫ് ബൈബിൾ വിവർത്തനം ചെയ്ത കാര്യം റോമൻ സൈന്യങ്ങൾക്ക് വിവരം ലഭിച്ചില്ല. വിവരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജോൺ വിക്ലിഫ് മരണപ്പെട്ടു. പക്ഷേ അതിനുശേഷം വില്യം ടിൻഡൽ ഇത് വിവർത്തനം ചെയ്തപ്പോൾ അത് അവർക്ക് വിവരം ലഭിക്കുകയും ഈ വില്യം ടിൻഡൽ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ പഠിച്ച് എങ്ങനെയാണ് ഈ പീഡനം അഴിച്ചുവിട്ടിരുന്നത്. സിംഹങ്ങളുടെ ക്രിസ്ത്യാനികളെ സിംഹങ്ങളുടെ കൂട്ടിലിടുകയും അതുപോലെ തന്നെ തൂണിൽ കെട്ടി തീ കത്തിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വില്യം ടിൻഡലിനെ തൂണിലിങ്ങനെ കെട്ടി തീ കത്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് കെട്ടിയിരുന്ന കയറിൽ കുടുങ്ങി ഈ വില്യം ടിൻഡൽ മരിക്കുകയാണ്. അതും ഈ കത്തോലിക്ക സഭ നമ്മൾ ബൈബിൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടുള്ള ശിക്ഷ കൊടുത്തതാണ്. എന്നാൽ ഈ ജോൺ വിക്ലിഫിന് അങ്ങനെ ഒരു പീഡനവും കൊടുക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം സാധാരണ മരണം തന്നെയാണ് മരിച്ചത്. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇതറിഞ്ഞു, ഇങ്ങനെ ഇയാൾ ബൈബിൾ വിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ ഈ കത്തോലിക്ക സഭ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ജോൺ വിക്ലിഫിൻ്റെ കുഴിമാടം തുരന്ന് അത് കുഴിച്ചെടുത്ത് അയാളുടെ എല്ലുകൾ എടുത്ത് കത്തിച്ച് കളഞ്ഞു. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. കത്തിച്ച് കളഞ്ഞ് കത്തിക്കുക മാത്രമല്ല അതിൻ്റെ ചാരം വെള്ളത്തിലൊഴുക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഈ അത്രത്തോളം ഭയങ്കര പീഡനമായിരുന്നു ക്രിസ്ത്യാനികൾക്ക്. പക്ഷേ ഈ ജോൺ വിക്ലിഫിൻ്റെ ഈ ചാരം ആ വെള്ളത്തിലൂടെ ഒഴുകി, നമുക്ക് വേണമെങ്കിൽ പ്രതീകാത്മകമായി പറയാം, ഈ ചാരം അവിടെ തൊട്ട് നശിച്ചു പോയില്ല. ഈ ചാരം എത്തിയ സ്ഥലത്തെല്ലാം തിരുവെഴുത്തുകളും എത്തിക്കൊണ്ടിരുന്നു. എത്രത്തോളം പീഡനം അവർ ചെയ്തോ അതിനനുസരിച്ച് സത്യക്രിസ്ത്യാനികൾ വളർന്നുകൊണ്ട് തന്നെ ഇരുന്നു. ശരിയായിട്ടുള്ള തിരുവെഴുത്ത് അത് പ്രചരിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. നാം ഈ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ സത്യവചനം ശരിക്കും നമ്മുടെ കയ്യിലുണ്ട്, എന്നാലും നമ്മളത് ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല. അപ്പോൾ ശരിയായിട്ട് വിനിയോഗിക്കാൻ മറ്റുള്ളവർക്ക് അത് പങ്കിടുവാനും ദൈവം ഓരോരുത്തരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ആഹ്ലാദകരമായ പ്രത്യാശ. നമുക്കൊരു വാക്യം വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെപ്പോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജഡരക്തങ്ങളോട്, നമ്മുടെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവരാണ്. എന്നാൽ അതുപോലെ തന്നെ ജഡരക്തങ്ങളോട് കൂടി ഉള്ളതായിരുന്നു നമ്മുടെ കർത്താവ്. ആ കർത്താവ് മരണം വഴി പിശാചിനെ
മരണത്തിൽ പിശാചിനെ തോൽപ്പിക്കുകയും നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ആ കർത്താവ് പിശാചിനെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം പറയുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഓരോ പീഡനങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ഹസ്സിനും ജെറോമിനും ടിൻഡേലിനും ലാറ്റിമറിനും മധ്യകാലഘട്ടത്തിലെ എല്ലാവർക്കും ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ച എല്ലാവർക്കും തന്നെ ഊർജം കൊടുത്ത ഒരു വാക്യം തന്നെയായിരുന്നു ഈ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-19, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുമെന്നുള്ള വാക്യം. അതുപോലെ തന്നെ നമുക്ക് ആ വാഗ്ദത്തങ്ങൾ അനേകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് കഷ്ടപ്പെടുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുമെന്നുള്ള വാക്യങ്ങൾ അനേകമുണ്ട്. അതും ഇവിടെ നമുക്ക് കാണുവാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം, യോഹന്നാൻ 11-25-26 അങ്ങനെ അനേകം വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലെല്ലാം നമുക്ക് ദൈവം ഒരു നിത്യജീവൻ നമുക്കായി കരുതിയിരിക്കുന്നു, ഒരു കിരീടം നമുക്കായി ഒരുക്കിയിരിക്കുന്നു എന്ന് ഈ വാക്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ജോൺ ഹസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നു. ജോൺ ഹസ് ജയിൽവാസം, അനീതി, മരണം എന്നിവയ്ക്കൊന്നും അദ്ദേഹത്തിന് പേടിയുണ്ടായിരുന്നില്ല. അയാൾക്ക് മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നു. ആ തണുപ്പും ഈർപ്പവുമെല്ലാം തട്ടി അദ്ദേഹത്തിന് അവിടെ ജയിൽവാസത്തിൽ പനി വരുവാനിടയായി. ശരിക്കും ഒരു റോമൻ സൈന്യം കൊല്ലുവാനാണ് ജോൺ ഹസ്സിനെ ജയിലിൽ അറയ്ക്കകത്താക്കിയത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ജയിൽ ഹസ് അവിടെ മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു രക്തസാക്ഷിയായിട്ട് മാറുവാൻ ജോൺ ഹസ്സിന് സാധിച്ചു. ഇവിടെ എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് നാം വിശ്വസ്തരായി തന്നെ മുറുകെ പിടിക്കുകയാണെങ്കിൽ അന്ത്യം വരെയും നമുക്ക് ദൈവത്തിന് വിശ്വസ്തരായിരിക്കുവാൻ സാധിക്കും. ആ ജീവകിരീടം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ 2-3 ചോദ്യം കൊടുത്തിട്ടുണ്ട്. ക്രിസ്തുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തുക എന്താണ്? നമ്മുടെ ഈ ലോകത്തിലുള്ള എന്ത് സുഖസൗകര്യങ്ങളായാലും അത് ചപ്പും ചവറുമെന്ന് എണ്ണുന്നതിനാണ് പറയുന്നത്. ഈ ജോൺ ഹസ് ജയിലിൽ നിന്ന് ഒരു എഴുത്ത് എഴുതുകയുണ്ടായി. ആ എഴുത്ത് വളരെയധികം പ്രശസ്തമാണ്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ചത്തെ പാഠത്തിൽ നമുക്കതിനെ പറ്റി പഠിക്കുവാൻ സാധിക്കും. അദ്ദേഹമാണെങ്കിൽ എന്നിരുന്നാലും ദൈവകൃപ, അദ്ദേഹത്തിൻ്റെ വിധിക്ക് മുമ്പുള്ള കഷ്ടതയുടെ ആഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വർഗീയ സമാധാനം നിറഞ്ഞുവെന്നാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കത്ത് ഞാൻ എഴുതുന്നത് ഒരു സുഹൃത്തിനോട് പറഞ്ഞു. നാളെ എൻ്റെ മരണവിധി പ്രതീക്ഷിച്ചുകൊണ്ട് വിലങ്ങുകളാൽ ബന്ധിതമായ എൻ്റെ കരങ്ങൾ കൊണ്ട് ജയിലറയിലേക്ക് ഉള്ളിൽ നിന്ന് കൊണ്ടാകുന്നു. ഭാവി ജീവിതത്തിൻ്റെ മധുരമേറിയ സാമാന്യ കാര്യങ്ങൾ കൊണ്ട് ജയിലറയ്ക്കുള്ളിൽ അദ്ദേഹം ആയിരുന്നു. ആ ജയിലറയ്ക്കുള്ളിലിരുന്നുകൊണ്ട് അദ്ദേഹം എഴുത്തുകൾ എഴുതുകയാണ്. ഇതിൻ്റെ പ്രധാന ഒരു കാര്യം, യേശു ക്രിസ്തുവിൻ്റെ സഹായത്താൽ നാം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ദൈവം എന്നോട് എത്രമാത്രം കാരുണ്യം കാണിച്ചുവെന്നും എൻ്റെ പരീക്ഷകളിലും വിചാരണകളിലും അവൻ എത്ര ഭംഗിയായി എന്നെ സഹായിച്ചുവെന്നും നീ ഗ്രഹിക്കും. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ബോണച്ചോസ് വാല്യം 2. ഇപ്പോൾ ഈ ജോൺ ഹസ് ജയിലിൽ നിന്ന് തൻ്റെ കൂട്ടുകാരൻ എഴുതിയ കത്തിലാണ് പറയുന്നത്, ദൈവം എന്നോട് എത്രമാത്രം നല്ലവനും വല്ലഭനുമായി കൂടെ ഇരുന്നു എന്നുള്ളത് ഇനി നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നമ്മൾ തമ്മിൽ കാണുന്ന സമയത്ത് നമുക്കത് സംസാരിക്കുവാൻ സാധിക്കും. ഞാനത് കൂടുതൽ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ജോൺ ഹസ് തൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നത്.
ഇതുപോലെ തന്നെ അനേകം കഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ട് നമുക്കും വരും. ആ സാഹചര്യങ്ങളിലെല്ലാം അടിപതറാതെ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ നാം ഒരുങ്ങിയിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവസാനം നിങ്ങൾക്ക് എന്താണ് നഷ്ടമാകുന്നത്? നമുക്ക് ശരിക്കും ഒരു നഷ്ടവുമില്ല. ലോകത്തിലുള്ള ചില സുഖവും സന്തോഷവും ഒക്കെ ചിലപ്പോൾ നഷ്ടമായെന്നു, എന്നാൽ ആ നിത്യജീവൻ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഭൂമിയിലെ അവസാന പോരാട്ടത്തിൽ നമ്മെ താങ്ങി നിർത്താൻ കഴിയുന്ന എന്ത് പാഠങ്ങളാണ് നമുക്ക് വാൽഡൻസികളിൽ നിന്നും നവോത്ഥാന നായകന്മാരിൽ നിന്നും പഠിക്കുവാനുള്ളത്? തീർച്ചയായും ഈ നവോത്ഥാന നായകന്മാരിൽ നിന്നും വാൽഡൻസികളിൽ നിന്നുമെല്ലാം നമുക്ക് പഠിക്കുവാനുള്ളത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സത്യം നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സത്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. എന്തൊക്കെ പീഡനങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതെ, അതിൽ നിന്ന് മാറിപ്പോകാതെ മറ്റുള്ളവരെ ഇത് അറിയിച്ചുകൊണ്ട്, ഈ സത്യം വിളിച്ച് മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. നമുക്കിനി വെള്ളിയാഴ്ചത്തെ കൂടുതൽ ചിന്തയ്ക്കുള്ള ഭാഗത്തേക്ക് പോകാം. കൂടുതൽ ചിന്തയ്ക്ക് ഇവിടെ ഒരു വലിയ വെളിച്ചത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. വലിയ വെളിച്ചമെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് ആ വലിയ വെളിച്ചം. ആ വലിയ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് നമ്മിലേക്ക് ഈ സത്യം എത്തുമ്പോൾ പലതരത്തിലുള്ള മാർഗതടസ്സങ്ങൾ വഴിയിൽ നേരിടേണ്ടതായിട്ട് വന്നു. ഈ നവോത്ഥാന കർത്താക്കൾക്കായാലും ഈ വാൽഡൻസികൾക്കായാലും ആ വെളിച്ചം പൂർണ്ണമായി അവരിലേക്ക് എത്തുവാൻ അവർക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ പ്രവചനം നാം നോക്കുമ്പോൾ തന്നെ അത് കാലാകാലങ്ങളിൽ അത് വെളിപ്പെട്ടുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആദ്യത്തെ പ്രവചനം നമുക്ക് ഉൽപ്പത്തി 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. അങ്ങനെ പ്രവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രവചനങ്ങൾ നമ്മളിങ്ങനെ വെളിപ്പെട്ട് വരുന്നതനുസരിച്ച് ആണ് നമുക്ക് ഓരോ സത്യങ്ങൾ നാം ഗ്രഹിച്ചു വരുന്നത്. ഇപ്പോഴും ബൈബിൾ കാലഘട്ടം കഴിഞ്ഞിട്ടും എലൻ ജി വൈറ്റ് പ്രവാചകയായി, അതുപോലെ തന്നെ ഇനിയും അനേകം കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാം ഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ വെളിച്ചം പൂർണ്ണമായി ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിലേക്ക് എത്തിയിട്ടില്ല. അത് ആ വെളിച്ചം കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തർക്കായിട്ട് നൽകിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോൺ ഹസ് തൻ്റെ കൂട്ടുകാരൻ എഴുതിയ ഒരു എഴുത്തുണ്ട് ജയിലിൽ വെച്ച്. ആ എഴുത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സന്തോഷിക്കുകയും വ്യർത്ഥമായ പ്രയത്നങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തുകയും ഞാൻ ചെയ്തു. ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളും സ്വന്തമാക്കുക എന്ന ചിന്തയല്ല, ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും എന്ന ചിന്ത എൻ്റെ മനസ്സിൽ നിറയട്ടെ. നിൻ്റെ ആത്മാവിനേക്കാളുപരി വീട് അലങ്കരിക്കുന്നത് കൊണ്ട് നീ സൂക്ഷിച്ചു കൊള്ളുക. എല്ലാറ്റിനുമുപരി ആത്മീയ സൗധത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ദാരിദ്ര്യത്തോട് വിശുദ്ധിയോടും വിനയത്തോടും ഇടപെടുക. സദ്യവട്ടങ്ങളിൽ സമ്പത്ത് ദൂർത്തടിക്കാതിരിക്കുക. താങ്കളുടെ ജീവിതത്തിനൊരു വ്യതിയാനം വരുത്തുകയും അനാവശ്യമായ അമിത ചിലവുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തില്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലെ നീയും കഠിനമായി ശാസിക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ഒരു ദുഃഖത്തിലാണ് ജോൺ ഹസ് ഈ എഴുത്തെഴുതിയിരിക്കുന്നത്. കാരണം കുറച്ചുകൂടെ നന്നായി എനിക്ക് ജീവിക്കാമായിരുന്നു എന്ന് ജോൺ ഹസ് ഇവിടെ ചിന്തിക്കുകയാണ്. ഇവിടെ ജോൺ ഹസ് പറഞ്ഞിരിക്കുന്നത്, ആഡംബരം എനിക്ക് കുറയ്ക്കാമായിരുന്നു, കുറച്ചുകൂടി വസ്ത്രത്തിന് വേണ്ടി ചിലവിട്ട പൈസ എനിക്ക് കുറയ്ക്കാമായിരുന്നു, ബംഗ്ലാവ്, എസ്റ്റേറ്റ്, ഇതിനെല്ലാം ഞാനധികം സമയം ചിലവിട്ടു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വലിയ വില കൂടിയ രീതിയിൽ വലിയ സദ്യകൾ നടത്തി, ധൂർത്ത്, അനാവശ്യ ചെലവ്, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനെല്ലാം ദൈവത്തോട് ആ എഴുത്തിലൂടെ ജോൺ ഹസ് എല്ലാവരുമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. അതിലെല്ലാം പശ്ചാത്തപിക്കുന്നു എന്നുള്ള ഒരു ധ്വനിയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ: എന്താണ് പുരോഗമന വെളിച്ചം? ഈ പുരോഗമന വെളിച്ചം എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.
കാലാകാലങ്ങളിൽ ശരിക്കും ആദ്യമേ എല്ലാ സത്യവും വെളിപ്പെട്ട് വന്നിട്ടില്ല. പ്രവചനം കാലാകാലങ്ങളിലാണത് വെളിപ്പെട്ട് വരുന്നത്. ഇപ്പോൾ ആദ്യം ഉൽപ്പത്തിയിൽ നിന്ന് തുടങ്ങി പുസ്തകങ്ങളിലൂടെ എല്ലാം വന്ന് വെളിപ്പാടിലെത്തി നിന്നു. അവിടെ നിന്ന് പിന്നെ എലൻ ജി വൈറ്റിലൂടെ ഇനിയുള്ള പ്രവാചകന്മാരിലൂടെയും എല്ലാം വെളിച്ചം എപ്പോഴും നമ്മുടെ ഭൂമിയിലേക്ക്, മനുഷ്യരിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. അതിനെയാണ് പുരോഗമന വെളിച്ചം എന്ന് പറയുന്നത്. ദൈവം ക്രമേണ സത്യം വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ക്രമേണ സത്യം വെളിപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത് കുറേശ്ശെ വെളിപ്പെടുത്തുന്നത് കാലാകാലങ്ങളിൽ ആ സമയത്ത് തന്നെ ഓരോന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വെളിപ്പെടുത്തിയാൽ അത് ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ആ വെളിച്ചത്തിൻ്റെ ശക്തിയിൽ നിൽക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആ വലിയ വെളിച്ചത്തിൻ്റെ തീക്ഷ്ണത അത് മുഴുവനായിട്ട് നമുക്ക് കൊള്ളുവാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, ഒരു അന്ധകാരത്തിലായിരുന്ന വ്യക്തിയെ നാം ഒരു ഉച്ച സമയത്തുള്ള ആ വെയിലിലേക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ടുവന്നാൽ അത് ഒരിക്കലും അവർക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഘട്ടം ഘട്ടമായിട്ട്, ആ അന്ധകാരത്തിലായിരുന്നു നാം, ആ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചപ്പോൾ ആ പ്രകാശം കുറേശ്ശെ തന്ന് പതുക്കെയാണ് നമുക്ക് ആ വലിയ വെളിച്ചത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. ഈ തത്വങ്ങൾ ഇന്ന് ദൈവത്തിൻ്റെ സഭയ്ക്ക് എങ്ങനെ ബാധകമാണ്? ശരിക്കും ഈ തത്വങ്ങൾ നാം പൂർണ്ണമായി മനസ്സിലാക്കുമ്പോൾ ആ വെളിച്ചം നമുക്ക് പൂർണ്ണമായി ലഭിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ പൂർണ്ണമായ വെളിച്ചം ലഭിക്കും. സത്യത്തിൻ്റെ പുതിയ കണ്ടെത്തലുകൾ ദൈവജനം മനസ്സിലാക്കിയ മുൻ സത്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പുതിയ വെളിച്ചം ഒരിക്കലും പഴയ വെളിച്ചത്തിന് വിരുദ്ധമാകാത്തത് എന്തുകൊണ്ട്? അപ്പോൾ ഒരിക്കലും അങ്ങനെ വരില്ല. പഴയ വെളിച്ചത്തിന് വിരുദ്ധമായി ഒരിക്കലും പുതിയ വെളിച്ചം വരില്ല. അതോടൊത്ത് ചേർന്ന് പഴയ വെളിച്ചം പുതിയ വെളിച്ചത്തോട് ചേരുമ്പോൾ അത് കൂടുതൽ വലിയ വെളിച്ചമായി മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മളെ അത് അന്ധകാരത്തിലോട്ടോ സംശയത്തിലോട്ടോ കൊണ്ട് എത്തിക്കുകയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ, നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ തന്നെ, നമുക്ക് പ്രവാചകന്മാർ, ശരിക്കുള്ള പ്രവാചകന്മാർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ആ വെളിച്ചം നമുക്ക് കൃത്യമായി കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നതിന് പ്രസക്തമല്ല. നിങ്ങളുടെ സംസ്കാരം, മൂല്യങ്ങൾ, ആശയങ്ങൾ സാൻമാർഗിക നിലവാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. അത് വേദപുസ്തക പഠനവുമായി പല വിധത്തിലും പോരാട്ടമുണ്ടാക്കുന്നു. നമ്മുടെ സംസ്കാരം പ്രഖ്യാപിക്കുന്ന വികലമായ മൂല്യങ്ങളിൽ നിന്ന് വഴങ്ങാതെ ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളും സഭയും എങ്ങനെ ഈ വെല്ലുവിളികളെ നേരിടും? അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ഇപ്പോൾ റോമ സാമ്രാജ്യത്തിൻ്റെ സംസ്കാരങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവരുടെ ദേവന്മാർ പലരുണ്ടായിരുന്നു. ആ സംസ്കാരത്തിലോട്ട് നമ്മൾ ഇഴുകിച്ചേരുവാൻ പാടില്ല. അതുപോലെ ജോൺ ഹസ്സിൻ്റെ കത്ത് നിങ്ങളുടെ ഇന്നത്തെ ചിന്തയെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഈ കത്തിൽ നിങ്ങളെ ആകർഷിച്ചത് എന്താണ്? ജോൺ ഹസ്സിൻ്റെ കത്ത് തീർച്ചയായും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ എന്നെ സ്വാധീനിച്ച അനേക ഘടകങ്ങളുണ്ട്. ശരിക്കും അത് നമുക്കറിയാം. വില കൂടിയ വസ്ത്രങ്ങൾ നാം ധരിക്കുവാൻ പാടില്ല എന്ന്, അതുപോലെ തന്നെ കൂടുതൽ വിനയത്തോടെയും കൂടുതൽ സ്നേഹത്തോടെയും മറ്റുള്ളവരോട് നാം ഇടപെടേണ്ടത് ആവശ്യമാണെന്നും, അതുപോലെ നമ്മൾ വലിയ വലിയ സൗധങ്ങൾ പണിയുന്നതിലല്ല, മറ്റുള്ളവരെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിലാണ് കാര്യമെന്നും, അതുപോലെ തന്നെ വലിയ വലിയ എസ്റ്റേറ്റുകൾ വാങ്ങിക്കുന്നതിലല്ല കാര്യം, നമുക്ക് മറ്റുള്ളവർക്ക് കിടപ്പാടം പോലും ഇല്ലാത്തവർക്ക് അവർക്കൊരു തുണ്ട് ഭൂമി നമുക്ക് നൽകുന്നതിൽ അത് വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ വലിയ വലിയ സദ്യകൾ നടത്തുന്നതിന് ജോൺ ഹസ് അതിനെതിരെ പറയുന്നു. അങ്ങനെയുള്ള ധൂർത്ത് നമുക്ക് പാടില്ല എന്നും, അതുപോലെ അമിതമായ ചിലവുകൾ പാടില്ല എന്നും, ചെലവ് ചുരുക്കി എപ്രകാരം മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കാമെന്നും ജോൺ ഹസ്സിൻ്റെ കത്ത് നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കായിരിക്കാം നമുക്ക് ഈ പാഠം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അതായത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള ഈ പാഠം
മനപ്പാഠവാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു. കർത്താവേ, ഞങ്ങൾക്കെല്ലാവർക്കും വെളിച്ചങ്ങൾ തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഈ വെളിച്ചങ്ങൾ ഞങ്ങൾ പറയിൻ കീഴിൽ വയ്ക്കാതെ തണ്ടിൽ മേൽ തന്നെ വെച്ച് കർത്താവ് എല്ലാവർക്കും പ്രകാശിക്കുമാറ് അത് പിടിക്കുവാൻ അവിടെ ഇടയാക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ച വെളിച്ചം പങ്കുവയ്ക്കാൻ അവിടെ ഇടയാക്കണം. ഈ വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ചോദിച്ചാൽ ഇവർ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷ നിമിത്തം പ്രാർത്ഥനയ്ക്കുള്ളുമാറാണ് സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.